The number of sides of a polygon with 54 diagonals is dash. അപ്പോൾ ഒരു ബഹുഭുജത്തിൻ്റെ 54 ഡയഗണൽ ഉണ്ടെങ്കിൽ അതിന് എത്ര വശങ്ങളുണ്ട് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പോളിഗണിൻ്റെ സൈഡ്സിൻ്റെ എണ്ണവും ഡയഗണൽസിൻ്റെ എണ്ണവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. എ പോളിഗൺ വിത്ത് n സൈഡ്സ്, n വശങ്ങളുള്ള ഒരു പോളിഗൺ ആണെന്ന് കരുതുക. അതിൻ്റെ നമ്പർ ഓഫ് ഡയഗണൽസ് എന്ന് പറയുന്നത് ഈക്വൽ ടു n ഇൻറ്റു n-3/2 ആയിരിക്കും. ഓർക്കുക, n വശങ്ങളുള്ള ഒരു പോളിഗണിൻ്റെ ഡയഗണൽസിൻ്റെ എണ്ണം n ഇൻറ്റു n-3/2 ആണ്. നമുക്ക് ഈ n ഇൻറ്റു n-3/2 ഈക്വൽ ടു, ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന 54 ഡയഗണൽസ് ഉണ്ടെന്നാണ്. അപ്പോൾ n ഇൻറ്റു n-3/2 ഈക്വൽ ടു 54 എന്നെടുത്ത് സോൾവ് ചെയ്ത് n കണ്ടുപിടിക്കണം. n ഇൻറ്റു n-3/2 ഈക്വൽ ടു 54. ഇത് ഗുണിച്ച് കഴിയുമ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആവും. ആ രീതിയിൽ സോൾവ് ചെയ്യാം. അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഓരോന്നായിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നോക്കാം. ഉദാഹരണമായിട്ട് n ഇൻറ്റു n-3/2 54 ആണെങ്കിൽ n ഇൻറ്റു n-3 എത്ര വരും? 54 ഗുണം 2 108 വരും. അപ്പോൾ n ഇൻറ്റു n-3 108 വരുന്ന രീതിയിൽ ഇത് ഓരോ ഓപ്ഷനും നമുക്ക് ചെക്ക് ചെയ്താൽ മതി. n 10 ആണെങ്കിൽ n = 10 ആണെങ്കിൽ എത്ര വരും? n-3 7 ആവും. അപ്പോൾ 10 ഇൻറ്റു 7 70 വരുള്ളൂ, 108 വരില്ല. അപ്പോൾ ഇത് ഉത്തരമല്ല. അടുത്ത n-ന് 12 കൊടുക്കുക. n-ന് 12 കൊടുത്താൽ n-3 9 വരും. അപ്പോൾ 12 ഗുണം 9 108 ആണ്. 19 90 2 18. ഇത് ശരിയാണ്. അപ്പോൾ n-ൻ്റെ വാല്യൂ 12 വരും. അതായത് സൈഡ്സ് 12 ആണ്. ഇത് ഈ രീതിയിലല്ലെങ്കിൽ നമുക്ക് മറ്റൊരു രീതിയിലും ചെയ്യാം. ശരിയുത്തരം ഓപ്ഷൻ ബി ആണ്. മറ്റൊരു രീതിയിലും ചെയ്യാം. n ഇൻറ്റു n-3 ഗുണിക്കുക n² - 3n 108നെ ഇടതുവശത്തേക്കുണ്ട് -108 = 0 എന്ന് വരും. ഇത് സോൾവ് ചെയ്ത്, ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. സോൾവ് ചെയ്ത് n-ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഒന്നുകിൽ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. ഫാക്ടറൈസ് ചെയ്യുമ്പോൾ രണ്ട് സംഖ്യകൾ എടുക്കണം, a b എന്നും. ആ രണ്ട് സംഖ്യകളുടെ തുക -3യും പ്രോഡക്റ്റ് -108 വരുന്ന രീതിയിൽ, അതായത് തുക -3യും പ്രോഡക്റ്റ് 108ഉം വരുന്ന രീതിയിൽ രണ്ട് സംഖ്യകൾ. അപ്പോൾ n-12 ഇൻറ്റു n+9 എന്നതിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. ഈക്വൽ ടു 0 എന്ന് വരും. ഓരോ ഫാക്ടറും 0 എടുക്കേറ്റ് ചെയ്യുക. n-12 = 0 ഇംപ്ലൈസ് n = 12. അടുത്തോ n+9 = 0 ഇംപ്ലൈസ് n = -9. എന്നിൻ്റെ വാല്യൂ നെഗറ്റീവ് വരില്ല, കാരണം സൈഡ്സ് ആണ്. അപ്പോൾ ഇത് വരില്ല. പിന്നെ ശരിയുത്തരമായി വരാവുന്ന ഓപ്ഷൻ ആദ്യത്തെ ഓപ്ഷനാണ് n = 12. ഇതാണ് കറക്റ്റ്. ഈ രീതിയിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കി ചെയ്യുന്നതിലും എളുപ്പം ഇത് കണക്ക് ഈ ഒരു ഘട്ടത്തിൽ വെച്ച് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇട്ട് ചെക്ക് ചെയ്യുന്നതായിരിക്കും. ആ രീതിയിലാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉത്തരം കിട്ടും. ശരിയുത്തരം ഓപ്ഷൻ ബി 12. If the circumradius of an equilateral triangle is 4 cm, then the side of the equilateral triangle in centimeter is dash. അപ്പോൾ ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സർക്കം റേഡിയസ്, അതായത് സമഭുജ ത്രികോണത്തിൻ്റെ പരിവൃത്തത്തിൻ്റെ ആരം എത്രയെന്ന് നൽകിയിട്ടുണ്ട്. ആരം 4 cm ആണ്. അപ്പോൾ അതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്രയെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഈക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഒരു വശത്തിൻ്റെ നീളം a യൂണിറ്റ്സ് ആണെങ്കിൽ അതിൻ്റെ സർക്കം റേഡിയസ് എന്ന് പറയുന്നത് a/√3 ആയിരിക്കും. സർക്കം റേഡിയസ് a/√3 ആയിരിക്കും. ഇത് കാണാൻ പഠിച്ചിരിക്കണം. ഒരു വശത്തിൻ്റെ നീളം a യൂണിറ്റ്സ് ആയിട്ടുള്ള ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സർക്കം റേഡിയസ് a/√3 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ സർക്കം റേഡിയസ് നൽകിയിട്ടുണ്ട് a/√3. a/√3 ഈക്വൽ ടു, സർക്കം റേഡിയസ് 4 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. a/√3 ഈക്വൽ ടു 4 എന്നെടുക്കുക. അപ്പോൾ a = 4√3 cm എന്ന് കിട്ടും. അപ്പോൾ ശരിയുത്തരം ഓപ്ഷൻ സി 4√3. The 8th and 16th terms of an AP are 100 and 140 respectively. The 25th term is dash. ഇവിടെ ഒരു AP-യുടെ 8ാം പദവും 16ാം പദവും നൽകിയിട്ടുണ്ട്. അതിൻ്റെ 25ാം പദം കണ്ടുപിടിക്കണം. അപ്പോൾ 8ാം പദം A8 എന്നെടുക്കാം. അത് 100 ആണ്. 16ാം പദം അത് 140 ആണ്. 25th ടേമാണ് കണ്ടുപിടിക്കേണ്ടത്.
അപ്പോൾ ഇവിടെ നമുക്ക് പൊതുവ്യത്യാസം കണ്ടുപിടിക്കാം ആദ്യം. അപ്പോൾ പൊതുവ്യത്യാസം കാണാനായിട്ട് നമുക്കൊരു സൂത്രവാക്യമുണ്ട്. പൊതുവ്യത്യാസത്തിനെ ഡി കൊണ്ട് സൂചിപ്പിച്ചു കഴിഞ്ഞാൽ പൊതുവ്യത്യാസം കാണാനുള്ള സൂത്രവാക്യം ഇതാണ്: പദങ്ങളുടെ വ്യത്യാസം ബൈ പദസ്ഥാനങ്ങളുടെ വ്യത്യാസം. ഇവിടെ പദങ്ങളുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ 16-ാം പദവും 8-ാം പദവുമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 16-ാം പദം മൈനസ് 8-ാം പദം, ഇതാണ് പദങ്ങളുടെ വ്യത്യാസം. ബൈ പദസ്ഥാനങ്ങളുടെ വ്യത്യാസം, അതായത് ഇവയുടെ സ്ഥാനങ്ങൾ. ഇത് 16-ാം സ്ഥാനവും ഇവിടെ 8-ാം സ്ഥാനവുമാണ്. 16 മൈനസ് 8. അപ്പോൾ പൊതുവ്യത്യാസം കാണാനുള്ള സൂത്രവാക്യം ഓർക്കുക: A16 മൈനസ് A8 ബൈ 16 മൈനസ് 8. ഇനി 16-ാം പദം എത്രയാണ്? 140. 140 മൈനസ് A8 100 ബൈ 16-ൽ നിന്ന് 8 കുറച്ചാൽ 8. 140-ൽ നിന്ന് 100 കുറച്ചാൽ 40. 40 ബൈ 8 5 എന്ന് വരും. അപ്പോൾ പൊതുവ്യത്യാസം 5 ആണ്. ഇനി നമുക്ക് ഫസ്റ്റ് ടൈം കണ്ടുപിടിച്ച് വേണേൽ ചെയ്യാം, ഫസ്റ്റ് ടൈം കാണാതെ ചെയ്യാം. ഫസ്റ്റ് ടൈം കാണാതെ ചെയ്യുന്നതാണ് എളുപ്പം. നമുക്ക് 25 ആണ് കാണേണ്ടത്. 25-ാം പദം A25. ഓർക്കുക, 16-ാം പദം നമ്മുടെ കയ്യിലുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു തവണ പൊതുവ്യത്യാസം കൂട്ടിയാൽ നമുക്ക് 17-ാം പദമാണ് കിട്ടുക. അപ്പോൾ 25-ാം പദം കിട്ടണമെങ്കിൽ എത്ര തവണ പൊതുവ്യത്യാസം കൂട്ടണം? 9 തവണ. 16 9 25. 9 തവണ പൊതുവ്യത്യാസം കൂട്ടിയാൽ മതി. അപ്പോൾ 16-ാം പദത്തിൻ്റെ കൂടെ 9 തവണ പൊതുവ്യത്യാസം കൂട്ടിയാൽ നമുക്ക് 25-ാം പദം കിട്ടും. അപ്പോൾ ഇതുപയോഗിച്ച് നമുക്ക് ചെയ്യുന്നതായിരിക്കും സൗകര്യം. അപ്പോൾ 16-ാം പദം 140 പ്ലസ് 9 ഇൻറ്റു ഡി എത്രയാണ്? 5. അപ്പോൾ 140 പ്ലസ് 45 എന്ന് വരും. അതായത് 185 ആണ് 25-ാം പദം. ശരി ഉത്തരം ഓപ്ഷൻ സി, 185. ഇൻ ഹൗ മെനി ഡിസ്റ്റിൻറ്റ് വേസ് ക്യാൻ 5 പീപ്പിൾ സിറ്റ് അറൗണ്ട് എ റൗണ്ട് ടേബിൾ? ഇപ്പോൾ 5 ആളുകൾക്ക് ഒരു വട്ടമേശയുടെ ചുറ്റും എത്ര വ്യത്യസ്ത രീതിയിൽ ഇരിക്കാൻ പറ്റും എന്നാണ് ഇത് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ സർക്കുലർ പെർമ്യൂട്ടേഷൻ യൂസ് ചെയ്യണം. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ഇതാണ്: നമ്പർ ഓഫ് സർക്കുലർ പെർമ്യൂട്ടേഷൻസ് of n objects equal to n minus 1 factorial. ഓർക്കുക, നമ്പർ ഓഫ് സർക്കുലർ പെർമ്യൂട്ടേഷൻസ് ഓഫ് n ഡിസ്റ്റിൻറ്റ് ഒബ്ജക്ട്സ് ഈക്വൽ ടു n minus 1 factorial ആണ്. അപ്പോൾ നമുക്കിവിടെ 5 ആളുകളാണ്, അതുകൊണ്ട് 5 ഒബ്ജക്ട്സ് ആണ്. n-ന് 5 എന്ന് കൊടുക്കുക. അപ്പോൾ 5 minus 1 factorial എന്ന് വരും. 5 minus 1 that is 4 factorial. 4 factorial means 1 into 2 into 3 into 4. 2 3 6 6 4 24. അപ്പോൾ 24 വ്യത്യസ്ത രീതിയിൽ വട്ടമേശയുടെ ചുറ്റും ഇരിക്കാൻ സാധിക്കും. ശരി ഉത്തരം ഓപ്ഷൻ സി, 24. ദി നമ്പർ ഓഫ് സീറോസ് ഇൻ 10 factorial ഈസ് ഡാഷ്. അപ്പോൾ 10 factorial വരുന്ന സീറോകളുടെ എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത്. അവർക്ക് 10 factorial എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 into 2 into 3 into 4 into 5 into 6 into 7 into 8 into 9 into 10. ഇതിൽ 0 വരാവുന്നത് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു 0 വരും. പിന്നെ ഈ 2ഉം 5ഉം കൂടി നമുക്ക് ഇങ്ങനെ എടുക്കാം. 2 ഗുണം 5 10 ആണല്ലോ. അപ്പോൾ അവിടെയും ഒരു 0 വരും. അതായത് ഈ 2ഉം 5ഉം 10ഉം നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി വരുന്നതൊക്കെയാണ് 1 into 3 into 4 into 6 into 7 into 8 into 9. ഈ സംഖ്യകൾ ഗുണിച്ചാൽ ഒരിക്കലും 0 വരില്ല. പിന്നെ 0 വരുന്ന ഇത് മാത്രമേ ഉള്ളൂ. 2 ഗുണം 5 ഇതിൽ ഒരു 0 വരും. 10 അതിലും ഒരു 0 വരും. അപ്പോൾ ടോട്ടൽ 2 0 വരുള്ളൂ. അപ്പോൾ ആൻസർ നമ്പർ ഓഫ് സീറോസ് 10 factorial വരുന്ന സീറോകളുടെ എണ്ണം 2 ആണ്. ശരി ഉത്തരം ഓപ്ഷൻ ബി, 2. 2 ഗുണം 5 ഗുണിക്കുമ്പോൾ ഒരു 10 വരും. പിന്നെ അവസാനത്തെ 10. ഇത് രണ്ടും കൂടെ ഗുണിച്ച് 2 പൂജ്യങ്ങൾ മാത്രമേ ഈ 10 factorial ഉണ്ടാവുള്ളൂ. ശരി ഉത്തരം ഓപ്ഷൻ ബി, 2.